ഇത് ജീവിച്ചിരിക്കുന്നവരെ പഠിക്കാനാണ്. അള്ളാന്റെ ഖുർആനാണ്, സൂറത്ത് ബഖറയാണ്, 166, 67 ആയത്തുകളിലാണ്. അവര് പറയുന്നു, അല്ലാഹുവേ, ഞങ്ങൾക്കൊന്ന് മടങ്ങാനുള്ള അവസരം നീ തരികയായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ ആ ദുനിയാവിൽ അവൻ ഞങ്ങൾ കൈയൊഴിഞ്ഞുകൊള്ളാം റബ്ബേ. ആ സമയത്ത് അല്ലാഹു പറയാണ്, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാഹാത്തിൻ അലൈഹിം. അവരുടെ മേൽ നഷ്ടമായി അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. വമാലഹും ബിഖാരിസീന മിനന്നാർ. നരകത്തിൽ നിന്നൊരിക്കലും അവർ പുറത്തു പോകുന്നില്ല. ഇനി ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും അവരുടെ മുമ്പിലില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പറയുന്ന തെളിവുകളെ നമ്മൾ പിന്തുടരുക. ചില ആളുകൾ പറയില്ലേ, ഞങ്ങളുടെ നേതാക്കന്മാരെ, നായകന്മാരെ ഞങ്ങൾ പിന്തുടർന്നപ്പോ അവർ ഞങ്ങളെ വഴി പിഴപ്പിച്ചു കളഞ്ഞല്ലോ. അല്ലാഹ് റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറ, അങ്ങേയറ്റത്തെ ശാപം അവരെ നീ ശപിക്കണേ അല്ലാഹ്. ഈ വാക്കുകളെ കൊണ്ട്, ഈ സംസാരങ്ങളെ കൊണ്ട്, ഈ പഴിചാരലുകളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ സാധാരണക്കാരനല്ലേ, അതുകൊണ്ട് നേതാവ് പറഞ്ഞതിനൊക്കെ ഞാൻ മുദ്രാവാക്യം വിളിച്ചതാണ്. ഞങ്ങൾക്ക് ഖുർആനും ഹദീസും ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ശൈഖുമാര് പറഞ്ഞതിനെ ഞങ്ങൾ അന്ധമായി പിന്തുടർന്നതാണ്. പറയാനൊരു ന്യായമില്ല, അവിടെ വെച്ച് തിരിച്ചു പറയുന്ന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സംഭാഷണം ഒരു പാഠം നൽകുന്നുണ്ട് നമുക്ക്. ആരെയും അന്ധമായിട്ട് അനുഗമിക്കാനില്ല, ആരെയും അന്ധമായിട്ട് അനുകരിക്കാനില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അങ്ങനെ അന്ധമായി പിന്തുടരാൻ ലോകത്തൊരു നായകനുണ്ടെങ്കിൽ ഒരാൾ മാത്രം, ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ഉടമയല്ലാതെ എന്ന് ലോകത്തിന്റെ മുത്തിന്റെ ഖബർ കാണിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനല്ലാത്ത ആരുടെ കയ്യിലും കൊള്ളാനും തള്ളാനും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. അല്ലാത്ത ഏത് അവർ പറഞ്ഞ തെളിവിനെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ആരെയും മോശാക്കി പറയാനൊന്നുമല്ല. പക്ഷേ ഈ പക്ഷപാതിത്വങ്ങളെ തലക്ക് പിടിച്ച് എൻ്റെ നേതാവ് പറഞ്ഞത് മാത്രമാണ് ശരി, ബാക്കി എല്ലാറ്റിനെയും ഞാൻ തള്ളിക്കളയുമെന്ന് പറയുന്ന മനോഭാവങ്ങളെ ശരിയല്ല. ആര് പ്രമാണം പറയുന്നവോ അതിനെ സ്വീകരിക്കാൻ. അപ്പം അവർ പരലോകത്ത് കൈയൊഴിയുന്ന രീതിയാണ് ഒന്ന് അല്ലാഹു തആല പറഞ്ഞത്. രണ്ടാമത്തെ ഒരു സംഭാഷണമുണ്ട്. അതാരെന്നറിയോ? വിശ്വാസത്തിൽ പിഴവ് പറ്റിയ ആളുകളാണ്. എത്ര ദീന് പറഞ്ഞു കൊടുത്താലും, എത്ര ഖുർആന്റെ ആയത്ത് പറഞ്ഞു കൊടുത്താലും, എത്ര ഹദീസുകൾ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്താലും പറയും, ഞങ്ങൾ വാപ്പക്കാരന്മാരായി ജീവിച്ചു പോണ ആളുകളാണ്. അതുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവാൻ കഴിയില്ല. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلْنَا وَإِلَى الرَّسُولِ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരണേ, അവിടുത്തെ പ്രവാചകനിലേക്ക് നിങ്ങൾ കടന്നു വരണേ എന്നവരോട് പറയുമ്പോ ഖാലു, അവര് പറയുന്നുണ്ട്, ഹസ്ബുനാ, ഞങ്ങൾക്കിത് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വപിതാക്കന്മാര് അവരൊന്നും അറിയാത്തവരാണെങ്കിലും സന്മാർഗം കിട്ടാത്തവരാണെങ്കിലും അവർ അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾ വാപ്പക്കാരന്മാരായി ജീവിച്ചു വന്നത് ഇങ്ങനെയാണ്. അവര് പറയും ഉറൂസിന്റെ മഹാമഹങ്ങൾ നടത്തുമ്പോ, പ്രിയമുള്ളവരെ, മൃഗങ്ങളെ അള്ളാന്റെ പടപ്പുകൾക്ക് വേണ്ടി ബലിയെറുക്കുമ്പോ, ആണ്ട് നേർച്ചകൾ ഇങ്ങനെ നടത്തുമ്പോ, ദീനിന്റെ പേരിൽ എല്ലാവിധ ആഘോഷങ്ങളും കൊണ്ടുവരുമ്പോ, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുമ്പോ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുമ്പോ, സൃഷ്ടിച്ചവനായ നാഥനില്ലാതെ സുജൂദ് പാടില്ല എന്നവരോട് പറയുമ്പോ അവര് പറയും, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ കണ്ടത് ഇങ്ങനെയാണ്, അവർക്കെന്താ ദീനില്ലേ? എന്റെ ബാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്ത് പൊക്കോട്ടെ. ലോകത്ത് ഈ വാദം പറഞ്ഞ ഫിർഔനിന്റെ വാദമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ത്വാഹ. മൂസാ നബിയുടെ കാലത്ത് അധികാരികളാണെന്ന് ഖുർആൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ മുശ്രിക്കീങ്ങളാണെന്ന് സൂറത്ത് മുഅ്മിനൂൻ. ഇവരുടെ വാദമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഈ വാദം പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്താ പറയാ? എൻ്റെ ബാപ്പ നരകത്തിലാണെങ്കിൽ, എൻ്റെ വല്യപ്പ പണ്ടേ നല്ല പണ്ഡിതനാണ്, അവരുടെ വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ പോയി, ഇനി അവരെ നരകത്ത് പോവാണെങ്കിൽ പോയിക്കോളെ. ഇതൊക്കെ പറയാൻ ഭയങ്കര സുഖാണ്. പക്ഷെ ഈ പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ വാപ്പക്കാരന്മാരുടെ ദീനമതി എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നുവെങ്കിൽ, ഉത്ബത്തും ഷൈബത്തും വലീദ് ഇബ്നു മുഈറയും പറയുന്ന
ആദർശങ്ങളിൽ നിന്ന് എന്ത് വ്യതിരക്തതയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാവുക? അവരൊരു പ്രമാണത്തിന് പിന്തുടർന്നു. നമുക്ക് പൂർവികരെ വേണ്ടെന്നില്ല, പൂർവികർ വേണം. ആരാ പൂർവികര്? മുത്തുനബിയും സഹാബത്തുമാകുന്ന പൂർവികരാണ്. അങ്ങനെ പറഞ്ഞ ആളുകളില്ലേ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് കടന്നു വരുമ്പോ കുല്ലമാ ദഖലത് ഉമ്മത്തുൽ ലഅനതു ഉഖ്തഹാ, അള്ളാന്റെ നരകത്തിലേക്ക് അവർ വന്ന് വീഴുന്ന സന്ദർഭങ്ങളിൽ ഈ സഹോദര സമുദായങ്ങളെ പരസ്പരം ഇങ്ങനെ ശപിക്കുകയാണ്. ഹത്താ ഇദ ദറകൂ ഫീഹാ ജമീആ, അവരെ മുഴുവനും നരകത്തിലൂടെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഖാലത് ഉഖ്റാഹും ലിഊലാഹും, പിന്തലമുറക്കാർ അതിന്റെ മുമ്പ് കടന്നു വന്ന ആളുകളോട് പറയുന്നുണ്ട്, റബ്ബനാ ഹൗലാഇ അളല്ലൂനാ, ഈ ആടുകളാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചതല്ലാ, ഫആതിഹിം അദാബൻ ളിയഫൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ അല്ലാ. ഇപ്പെന്താ പറഞ്ഞത്? ഉറൂസിനെ ചാടിക്കളിക്കാൻ പള്ളിക്കല ആണ്ട് നേർച്ച മാറ്റി ഇനി നാട്ടുത്സവമാക്കി മാറ്റിയപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? വാപ്പക്കാരന്മാര് പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം ഈ പറഞ്ഞ ആളുകളും പറയപ്പെട്ടവരും നരകത്തിൽ ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോ ഇവര് പറയും, ഇതാ ഞങ്ങളുടെ പൂർവികരായി ഈ കാക്കക്കാരന്മാരാണ് ഞങ്ങളുടെ മുമ്പ് ഉറൂസ് ആദ്യം ഉണ്ടാക്കിയവര്. അതുകൊണ്ട് നരകത്തിന്റെ ശിക്ഷ ഇരട്ടിയായി അവർക്ക് കൊടുക്കല്ല. അപ്പൊ അല്ലാഹ് അവരോട് പറയുന്ന വാക്കുണ്ട്, ഖാല ലികുല്ലി ലഇഫുൻ, എല്ലാവർക്കും ഇരട്ടി തന്നെയാണ്, വലാകിൻ ലാ തഅലമുൻ, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ പൂർവികരാവട്ടെ നിങ്ങളാവട്ടെ ആര് അള്ളാന്റെ ദീനിൽ ഇത് ചെയ്തുവോ അവർക്കൊക്കെ ഇരട്ടിയാണ്. അങ്ങനെ പൂർവികർക്കെതിരെ പറയുമ്പോ വഖാലത് ഊലാഹും ലിഉഖറാഹും, മുൻതലമുറ പിൻഗാമികളോട് പറയാണ്, ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളൽ, ഞങ്ങളെക്കാളും നിങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതൊന്നുമില്ല, ഞങ്ങളാണ് ആദ്യം ചെയ്തത് എന്ന്, നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്നവരാണെന്ന് നിങ്ങൾ പറയുമ്പോ ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ശ്രേഷ്ഠതയുടെ വ്യത്യാസങ്ങളും ഇല്ല. ഫദൂഖുൽ അദാബ്, അതുകൊണ്ട് ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളണം. ബിമാ കുന്തും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ച ഈ ശിക്ഷയില്ലേ നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതുകൊണ്ട് ഈ പറയണ വാക്കില്ലേ, ഞങ്ങളുടെ പൂർവികരാണ്, വാപ്പക്കാരന്മാരാണ്, വാപ്പ നരകത്തിലാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ, ഈ വാക്കൊക്കെ പറയാനുള്ള സുഖമുള്ളൂ. പക്ഷെ നരകത്തിലെത്തുന്ന സന്ദർഭങ്ങളിൽ പറയും, പൂർവികർക്കെതിരെ പറയും. തിന്മയിൽ പിന്തുടർന്ന പൂർവികർക്കെതിരെ, ആ പൂർവികർ ഇവർക്കെതിരെ, ഇവർ തമ്മിൽ നടത്തുന്ന സംഭാഷണം അള്ളാഹു ഖുർആനിൽ രണ്ടാമതൊരു സംഭാഷണം നമ്മളോട് പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് നീചവൃത്തി ചെയ്താലും അതിനൊക്കെ പിന്തുടരുക എന്നുള്ളതല്ല. എൻ്റെ മുത്തനബി എന്ത് പറഞ്ഞു, എൻ്റെ അള്ളാഹു എന്ത് പറഞ്ഞോ അതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. മൂന്നാമതൊരു സംഭാഷണം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹു അല്ലാത്ത പടപ്പുകളെ ആരാധിച്ച ആളുകളോട്. ഇപ്പം നമ്മളൊക്കെ സാധാരണ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇറാഖിൻ്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴിൽ ഖുർആനിലും ഹദീസിലും ലുഅത്തിനുമെല്ലാം പ്രാവീണ്യം നേടിയ, ലോകത്തിൻ്റെ ഒരുപാട് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചൊരു പണ്ഡിതനെ, പിന്നെ ഷിയാക്കളുടെയും ചില സൂഫികളുടെയും കയ്യൊപ്പിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ആരാധിക്കുന്ന അവസ്ഥയിൽ കടന്നു വന്നപ്പോൾ നമ്മളൊക്കെ പറയും, അദ്ദേഹമൊക്കെ കേൾക്കുമ്പോൾ എല്ലാം അറിയും, അതുകൊണ്ട് വിളിക്കുന്നത് മുഴുവൻ അള്ളാഹിൻ്റെ പടപ്പുകളിലേക്ക് തിരിയുന്നവർ, അവർ ചിന്തിക്കേണ്ട ഒരു പാഠമാണ്. ഇന്ന് മരിച്ചിട്ട് പോലുമില്ല ആകാശലോകത്ത് അല്ലാഹു തആല ഉയർത്തിയിട്ടുള്ള ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് റബ്ബുമായി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് ശിർക്ക് ചെയ്ത ആളുകൾക്കെതിരെ. ആ സംഭാഷണം എന്താണ്? അല്ലാഹു പറയാണ്, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മർയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലയോ ഈസാ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും എന്നെ കൂടാതെ ഇലാഹായി അവരോട് പറഞ്ഞു കൊടുത്തത് നീയാണോ? ഈസാ നബി പറയുന്നുണ്ട്, റബ്ബേ നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നു അല്ലാ, നീയാണ് ഹക്കായിട്ടുള്ളവൻ, എനിക്കൊന്നും അറിയില്ല റബ്ബേ. വഅൻത അല്ലാമുൽ ഉയൂബ്, ഇന്നക അൻത അല്ലാമുൽ ഉയൂബ്, നീയാണല്ലോ അദൃശ്യങ്ങൾ അറിയുന്നവൻ അല്ലാ. ഇവര് പറഞ്ഞതൊന്നും ഇൻകുൻസു ഖുൽതുഹു ഫഖദ് അലിംതു, ഇവര് പറഞ്ഞൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞൊക്കെ നിനക്കറിയാലോ പടച്ചോനെ, അവരിലുള്ളപ്പോ ഞാൻ പറഞ്ഞൊക്കെ നിനക്കറിയാലോ, ഇവർ പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഇവർ ഈസാ നബീനെ ആരാധിച്ചതിന് ഈസാ നബി പറയാൻ എനിക്കൊന്നും അറിയില്ല റബ്ബേ. നോക്കേ, എന്നിട്ട് ഈസാ നബി പറയാണ്, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി അൻ ഇഅ്ബുദുല്ലാഹ റബ്ബീ വ റബ്ബുക്കും,
നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ. നിങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, എന്റെയും റബ്ബ് അല്ലാഹുവാണ്. ഇതല്ലാതെ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആ റബ്ബിനെ ആരാധിക്കാനല്ലാതെ പറഞ്ഞിട്ടില്ല. അവരിലുള്ള കാലത്തോളം ഞാനതാണ് പറഞ്ഞതല്ല. നീ എന്നെ മരിപ്പിച്ചപ്പോഴോ, നീ എന്നെ അവരിൽ നിന്ന് മാറ്റിയപ്പോഴോ നീയാണ് അവരുടെ മേലെ സാക്ഷിയല്ല. എനിക്കൊന്നും അറിയില്ല റബ്ബേ. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിലോ ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാണ് റബ്ബേ. നീ അവരെ ശിക്ഷിച്ചാൽ നിന്റെ അടിമകളാണ്. അതല്ല, നീ അവർക്ക് മാപ്പ് കൊടുത്താൽ നീ പ്രതാപശാലിയാണ്. എനിക്കൊരു അധികാരമില്ലല്ലോ അല്ലാ. എല്ലാ അധികാരം നിനക്കല്ലേ. ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരം നിനക്കല്ലേ. അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതല്ലേ അല്ലാഹുവേ എനിക്കറിയുള്ളൂ. നീ എന്നെ ഉയർത്തുമ്പോ നീയാണ് റബ്ബേ സാക്ഷി, അല്ലാതെ എനിക്കൊന്നും അറിയില്ല അല്ലാ. ഇന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ കോടതിയിൽ പറയുമെന്നാണ്. അപ്പൊ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്നവർ ആലോചിക്കുക. ആരാധിക്കുന്ന ഒരാൾ പോലും ഔലിയാക്കളെക്കാൾ ഉന്നതരായ പ്രവാചക ശ്രേണിയിലെ ശ്രേഷ്ഠരായ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ ചരിത്രമാണ് അല്ല പറയണത്. അല്ലാഹുവും ഈസാ നബിയും തമ്മിലുള്ള സംഭാഷണമാണ്. നാലാമതൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പല തിന്മകളിലും കൂട്ടുകൂടി തിന്മക്ക് പോണ ആളുകളുണ്ട്. അവരൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഒന്നല്ലേ, അല്ല നമ്മളൊക്കെ ഒരേ ഫ്രണ്ട്സ് അല്ലേ. ഒക്കെ ശരിയാണ്. പക്ഷെ പരലോകത്തെത്തുമ്പോൾ കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പരലോകത്തെത്തുമ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ അല്ല പറയാണ്, യാ വൈലതാ ലൈതനി ലമ്മത്തഖിദ ഫുലാനൻ ഖലീലാ. ഇന്നാലിന്നൊരാളെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്നാലിന്നൊരാളെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹുവിന്റെ ഉത്ബോധനം എനിക്ക് വന്നെത്തിയതിനു ശേഷം എന്നെ അവൻ വഴിപിഴപ്പിച്ചു കളഞ്ഞല്ലോ അല്ലാ. അവൻ എൻ്റെ കൂട്ടുകാരനല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എത്ര നന്നായിരുന്നേനെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരാളെ കൂട്ടുകാരനായി സ്വീകരിച്ച് ഓക്കെ, അവനൊരു പക്ഷെ ജാഹലിയത്തിൽ മോശമായിരിക്കാം. അവസാനം അവനും നന്നായിട്ട് കൂട്ടുകാരുടെ ഇടക്ക് നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നീ എപ്പോഴാണ് നന്നായത്, നിന്റെ പഴയ കാലമൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവനെ പോലും തടഞ്ഞു വെച്ചാൽ, അവന്റെ നന്മ മുടക്കിയാൽ, അല്ലാഹുവേ എനിക്ക് ആ ഉത്ബോധനം വന്നതിന് ശേഷം എന്നെ വഴിപിഴപ്പിച്ച് കളഞ്ഞ ഈ കൂട്ടുകാരൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അടുക്കൽ ജൂതനായ മനുഷ്യൻ വന്ന് അള്ളാന്റെ ഹബീബിനെ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വിശ്വാസത്തിലൂടെ കടന്നു വന്നാലാണ് ആ സൽക്കാരത്തിന് പ്രവാചകന് താല്പര്യമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ജൂതന് വേണ്ടി, നീ മുഹമ്മദിനെ ക്ഷണിച്ചിട്ടുണ്ടല്ലേ, നീ മുഹമ്മദിന്റെ മതത്തിൽ കയറിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരനെ പ്രീതിപ്പെടുത്താൻ പ്രവാചകന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി മുസ്ലിമായി റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്ന് അഭിനയിച്ച് അള്ളാന്റെ ഹബീബിനെ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ച് തന്റെ പ്രിയപ്പെട്ട അനുസരനാണ്, തന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്, സഹാബിയാണെന്ന് കരുതി കടന്നു വരുമ്പോ ജൂതനായ കൂട്ടുകാരന്റെ താല്പര്യത്തിന് വഴങ്ങി അവൻ പറഞ്ഞു കൊടുത്തതുപോലെ പ്രവർത്തിച്ച് തന്റെ അനുസരണന് വേണ്ടി കൈ കൊടുത്ത പ്രവാചകനെ, റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച പ്രവാചകനെ ചവിട്ടുമ്പോ, അള്ളാന്റെ ഹബീബിനെ താഴെയിടുമ്പോ, അവിടെ കൂടിയ ആളുകളുടെ മുന്നിൽ വെച്ച് അള്ളാന്റെ ഹബീബിനെ നൊമ്പരപ്പെടുത്തുമ്പോ, പ്രിയമുള്ളവരെ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാന്റെ വഹദാനിയത്ത് മുറുകെ പിടിച്ചതിന്റെ പേരിൽ കുടുംബത്തിന്റെ വിരുന്നിൽ നിന്ന് എന്നെ ഒറ്റപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന സലഫികളോട്, നാട്ടിലെ സൽക്കാരത്തിൽ നിന്ന് എന്നെ മാറ്റിവെക്കുമോ എന്ന് ചിന്തിക്കുന്ന സലഫികളോട്, അവിടെ കൂടിയ മുഴുവൻ ആളുകളുടെ ഇടയിൽ നിന്ന് അള്ളാന്റെ ഹബീബിനെ നിന്ദിക്കുമ്പോ, പ്രവാചകനെ ചവിട്ടുമ്പോ, റസൂലുള്ളാഹിനെ താഴെയിടുമ്പോ കണ്ണ് നിറഞ്ഞൊലിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹ്ക്ക് സഹിക്കുമോ? ആകാശ ലോകത്തുനിന്ന് ജിബ്രീൽ ആയത്തുമായി കടന്നു വന്നു റസൂലേ, നാളെ അവൻ കൈകടിക്കും റസൂലേ, അവന്റെ കൈ കടിക്കും റസൂലേ. അള്ളാന്റെ ഹബീബിനെ ഞാനൊന്ന് മിത്രമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഇന്നാലിന്നൊരാളെ കൂട്ടുകാരനാക്കിയിരുന്നുവെങ്കിൽ, ഇവന്റെ കൂട്ടുകെട്ടുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. അള്ളാന്റെ ഉത്ബോധനങ്ങൾ വന്നതിനു ശേഷം ഞാൻ മടങ്ങിപ്പോയതിന്റെ അപാകതകളെ അവൻ നൊമ്പരപ്പെടുമെന്ന സാക്ഷ്യം അല്ലാഹു തആല പറയാൻ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ആരെ കൂട്ടുകൂടുന്നു,
ആരെ പരലോകത്തെ വെച്ച് സംസാരിക്കും? അല്ലാഹുവേ, ഇന്നൊരാളെ സ്വീകരിക്കണ്ടായിരുന്നു റബ്ബേ, എല്ലാം എനിക്ക് വന്നതിന് ശേഷം അവൻ എന്നെ വഴിപിഴപ്പിച്ച് കളഞ്ഞല്ലോ. അതുകൊണ്ട് ഖുർആൻ പറയുന്ന ഓരോ സംഭാഷണങ്ങളിലും പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ആരെ കൂട്ടുകൂടുന്നു? അൽമർഉ മഅ മൻ യുഖാലിലു, ആരോട് കൂട്ടുകൂടുന്ന അവൻ്റെ കൂടെയായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ രക്ഷിതാക്കളെ, നമ്മൾ മക്കളുടെ കൂട്ടുകാരാവണം. അവരുടെ കൂട്ടുകാരെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അവരാരോടുകൂടെ കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ബാധ്യത തന്നെയാണ്. നല്ല ഭക്ഷണം നല്ല വസ്ത്രം മാത്രം ഒതുങ്ങണില്ല. അവരാരുടെ കൂടെ കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ആ വിലാപങ്ങൾ, ആ സംഭാഷണങ്ങളും അല്ല പറയാം. അഞ്ചാമതായി ഒരു സംഭാഷണം അല്ല പറഞ്ഞത് ആരുടെ വിഷയത്തിലെന്നറിയോ? ശൈത്വാനിനെ പിന്തുടരുന്ന ആളുകളുണ്ട്. അവർക്ക് ശൈത്വാനിനെ വലിയായി രക്ഷാധികാരിയായി സ്വീകരിച്ച് നടക്കുന്ന ആളുകൾ, ആ ശൈത്വാൻ പരലോകത്ത് അതിനെ പിൻപറ്റിയ ആളുകളോട് പറയുന്നൊരു വാക്കുണ്ട്. അവിടെ ഒരു സംസാരം ഖുർആൻ പറയുന്നുണ്ട്. വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംറു, കാര്യങ്ങളൊക്കെ വിധിക്കപ്പെടുമ്പോൾ ശൈത്വാന് പറയുന്നുണ്ട്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, ശരിയായ വാഗ്ദാനം നിങ്ങളോട് തന്നവനല്ലയാണ്. വവഅതുകും ഫഅഖ്ലഫ്തും, ഞാനും നിങ്ങളോട് വാഗ്ദാനം തന്നിരുന്നു, പക്ഷെ ഞാൻ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയാണ്. എന്റെ വാഗ്ദാനങ്ങൾക്ക് പ്രസക്തിയില്ല. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു ആധിപത്യമില്ല, എനിക്ക് നിങ്ങളുടെ മേലെ അധികാരമില്ല. ഒരു അധികാരമില്ല, അധികാരമില്ല. പരലോകത്ത് ശൈത്താൻ പറയും. പക്ഷെ ജീവിച്ചിരിക്കുന്നവരെ നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്റെ അടിമകളുടെ മേൽ ശൈത്താനിന്റെ അധികാരമില്ല. അല്ലാഹ് ആവർത്തിച്ചു പറഞ്ഞതാണ് 16-ാം അധ്യായത്തിന്റെ 100-ാമത്തെ ആയത്തിൽ, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു, ആ ശൈത്താനിനെ ആര് രക്ഷാധികാരിയായി സ്വീകരിക്കുന്നുവോ അവന്റെ മേലെ മാത്രമേ ശൈത്താന് അധികാരമുള്ളൂ. വല്ലദീനഹും ബിഹി മുശ്രികൂൻ, അവർ ആ ശൈത്താനിനെ കൊണ്ട് പങ്കു ചേർക്കുന്നവരാണ്. അത്തരം ആളുകളുടെ മേലെ മാത്രമേ ശൈത്താൻ അധികാരമുള്ളൂ. എന്റെ അടിമകളെ പഴപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാനെ വിട്ട് ശൈത്താനെ കൂട്ടുകൂടിയവർ, അവനിൽ ആധിപത്യമുണ്ടെന്ന് കരുതിയവർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൽ ഒരു പ്രതീക്ഷയുമില്ല മനുഷ്യന്. അവനോട് തേടാൻ, അവനോട് ദുആ ചെയ്യാൻ, അവൻ പറഞ്ഞ പോലെ നമസ്കരിക്കാൻ ആർക്കൊരു ബാധ്യതയില്ല. എന്നിട്ട് ദുനിയാവിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ നമസ്കാരം പോലും ഇല്ലാതെ സിയാറത്ത് യാത്രകളിലാണ് മനുഷ്യർ മുഴുവനും. നമസ്കാരം പോലും അവർക്ക് പ്രശ്നമില്ല. ആണും പെണ്ണും കൂടിക്കലരനും അവർക്ക് പ്രശ്നമില്ല. പെട്ടെന്ന് കാര്യം സിദ്ധിക്കാൻ ഇന്നാളുടെ അടുക്കലേക്ക് ചങ്ങരംകുളത്തുനിന്ന് സിയാറത്ത് ടൂറിന്റെ ബസ് പോകുന്നുണ്ട്. ദുഹർ എവിടെ, അസർ എവിടെ, മഗ്രിബ് എവിടെ, ഇശാ എവിടെ, സുബഹി എവിടെ, ദീനിന്റെ ചര്യകൾ എവിടെ? ഒന്നുമില്ല. ഈ കുറുക്ക് വഴികളെ ശൈത്താൻ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? ആ പിന്നാലെ നടക്കുന്നവന്റെ മേലെ മാത്രമാണ് ശൈത്താന് ആധിപത്യമുള്ളത്. തഖ്വ പള്ളിയിൽ ജുമഅക്ക് വന്ന സഹോദരിമാരോട് നാട്ടുകാർ ചോദിക്കും, നിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല, അള്ളാന്റെ പള്ളി കയറാൻ പറ്റുമോ? ചങ്ങരകുളം ടൗണിൽ നിന്ന് ഏർവാടി, കശ്മീർക്ക്, മുത്തുപേട്ടൊക്കെ സിയാറത്ത് ടൂറിന്റെ ബസ് പോകുന്നുണ്ട്. ഈ ആളുകളൊക്കെ അടിച്ചേർത്ത് പോവും. എല്ലാ ഉറൂസിനും മാമങ്കച്ചിനും പോകും. അവിടെ ഒന്നും പ്രശ്നമില്ല. യാത്രകൾ ദിവസങ്ങളോളം നിൽക്കുന്ന ദിവസങ്ങൾ പ്രശ്നമില്ല. കാരണം അള്ളാന്റെ പ്രമാണത്തിൽ നിന്ന് തെറ്റിക്കലാണ് ശൈത്താൻ്റെ ആവശ്യമുള്ളൂ. പള്ളി ജുമഅക്ക് വന്ന ഇൽമ കിട്ടും. അവിടെ ഈ യാത്രകളും സന്ദർഭങ്ങളും ഇല്ലാതെ വേറൊന്നും കിട്ടാനില്ല. നിങ്ങൾ നോക്ക്, അള്ളാഹു അല്ലാത്തവരോടുള്ള ആരാധനകൾ നടക്കും. ശൈത്താൻ പറയും, ഞാൻ കൈയൊഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ മേലൊരു ആധിപത്യമില്ല. മാത്രമല്ല അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം തന്നതാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട. ഫലാ തലൂമൂനി, എന്നെ നിങ്ങൾ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ തന്നെ സ്വയം ശപിച്ചാൽ മതി, കുറ്റം പറഞ്ഞാൽ മതി. മാ അന ബിമുസ്രീക്കും, ഞാൻ നിങ്ങളെ രക്ഷിച്ച് സഹായിക്കുന്നവനല്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനും കഴിയൂല. നിങ്ങൾ എന്നിൽ പങ്കുചേർത്തതിനെ ഞാൻ തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് തന്നെ അക്രമം ചെയ്തവരെ വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇത് ശൈത്താൻ പറയുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു രീതിയിലും ശൈത്വാനിനെ തൃപ്തിപ്പെടുത്തുന്ന ആരാധനകളല്ല. അള്ളാനെ മാത്രം ആരാധിക്കുന്നത് ശൈത്താന് വെറുപ്പാണ്. അള്ളാനെ മാത്രം ആരാധിക്കുന്നത് ശൈത്താന് ദേഷ്യമാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉറച്ചു നിൽക്കേണ്ടത്. അള്ളാന്റെ ബദരീങ്ങളോട് തേടൽ. ബദരീങ്ങൾ പിന്നെ ശൈത്താൻ ഇഷ്ടമാണ്, പക്ഷെ ബദരീങ്ങൾക്ക് ഇഷ്ടമല്ല. ബദരീങ്ങൾക്ക് ഇഷ്ടം എന്താണ്? അള്ളാഹിനോട് ചോദിക്കലാണ്. കാരണം ബദറിന്റെ രണഭൂമിയിൽ അബൂജഹലിന്റെ കൂടെ പങ്കെടുത്ത ആളാണ് ഇബ്ലീസ്. 300 ചില്ലാനം ശുഹദാക്കളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പക്ഷെ ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു. ആ ഇബ്ലീസ് പേടിച്ച അള്ളാഹിനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കാൻ
അള്ളാന്റെ ദീന് പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്തം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ജനങ്ങളുടെ രക്ഷിതാവായ രാജാധിരാജനായ ആരാധ്യനായ അല്ലാഹ് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. ഇതാണ് ബദരീങ്ങൾ തേടിയത്, ഇതാണ് നമ്മൾ തേടേണ്ടത്. വേണ്ടങ്ങൾ അവരോട് തേടിക്കൊന്ന് പറയാൻ ഇബ്ലീസിന്റെ കെണിയാണ്. അത് സൂക്ഷിക്കുക. പരലോകത്ത് വെച്ച് ഇബ്ലീസ് കാലം മാറും. അതുകൊണ്ട് ഈ സംഭാഷണങ്ങൾ തിരിച്ചറിവിൻ്റെ പാഠമായി അള്ളാഹിൻ്റെ പ്രമാണങ്ങളെ, ഖുർആനിൻ്റെ ആയത്തുകളെ വെച്ച് പഠിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.